യഥാർത്ഥത്തിൽ ഇപ്പോൾ മോഡിയും യഥാർത്ഥത്തിൽ സ്റ്റാലിനും അതോടൊപ്പം തന്നെ മമതയും പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷം നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിക്കുന്നവരെയൊക്കെ തന്നെ പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തി നിൽക്കുകയാണ് അല്ലെ? മമതയുടെ പരാജയം അർത്ഥത്തിൽ ശരിയാണ്. സ്റ്റാലിൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്റ്റാലിന്റെ തട്ടകത്തിൽ ഇപ്പോഴും BJP ഹോൾഡൊന്നും ആയിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് തമിഴ്നാട്ടിൽ BJP കയറാൻ ബുദ്ധിമുട്ടാണ്. വേറെ വഴിയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഇന്നത്തെ നിലയിൽ വിജയ് BJPയുടെ കൂടെ കൂടില്ല. BJPയുടെ കൂടെ കൂടിയാൽ വിജയിന്റെ രാഷ്ട്രീയ അവസാനിക്കും. അയാൾ BJPക്കെതിരെ അതിശക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പക്ഷേ ADMK കൺസിഡറബിൾ ആയിട്ടുള്ള സീറ്റ് പിടിച്ചിട്ടുണ്ട്. അല്ല, ADMKയും വിജയ് കൂടുമോ, അപ്പൊ ADMK BJP സഖ്യം വിടുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. പക്ഷെ ഞാൻ കാണുന്ന ഒരു സാധ്യത, ഒരു വളരെ വിദൂരമായ ഒരു സാധ്യത, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ കേട്ടൊരു വാർത്തയുണ്ട്. കോൺഗ്രസിന് TVK ആയിട്ട് സഖ്യം ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്. അവിടെയാണ് പ്രശ്നം. പക്ഷെ ലോക്കൽ പാർട്ടി, തമിഴ്നാട്ടിലെ പാർട്ടി അതിനെതിരായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് കരുണാനിധിയുടെ കൂടെ പോകുന്നതല്ല ശരി എന്നൊരു തോന്നലുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ള കനകോലും ആരെങ്കിലും കൊടുത്തിട്ടുള്ളതാണോ എന്നറിയില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ ഒരു പക്ഷേ TVK ചോദിച്ചാൽ അവർ കുറച്ച് സീറ്റേ വേണ്ടു. കോൺഗ്രസിന് ആ സീറ്റുണ്ട്, വേണമെങ്കിൽ പിന്തുണ കൊടുക്കാം, ഇനി ഇടതുപക്ഷ പാർട്ടികൾക്ക് കൊടുക്കാം. കാരണം ഇയാൾ BJPയുടെ കൂടെ പോവാതിരിക്കാനുള്ള ഒരു സാധ്യത നോക്കണമല്ലോ. BJP ഇയാളെ റാഞ്ചാതിരിക്കാനുള്ള സാധ്യത നോക്കണം. മാത്രമല്ല ഞാൻ കാണുന്നില്ല ദീർഘകാലത്തിൽ BJPയുമായി സഖ്യമുണ്ടാക്കി ഒരു പാർട്ടിക്ക് തമിഴ്നാട്ടിൽ കയറാൻ കഴിയും. കാരണം അത്ര BJP വിരുദ്ധത, ദ്രവീഡിയൻ പൊളിറ്റിക്സ് തമിഴ്നാട്ടിലുണ്ട്. കോൺഗ്രസ് അതിന് BJPയേക്കാൾ പ്രസക്തമാണ്. അതാ ഞാൻ പറഞ്ഞു, BJPയേക്കാൾ പ്രസക്തമാണ്. ഒരുപക്ഷെ സഖ്യകക്ഷി എന്ന നിലയിലാവും. ഒരു വിശാല പ്ലാറ്റ്ഫോം, MP മാരും MLA മാരും ഒക്കെ ഉണ്ടല്ലോ സഖ്യമായിട്ടാണെങ്കിലും. ഞാൻ പറഞ്ഞത് പിന്നെ കോൺഗ്രസിന് BJPയേക്കാൾ തമിഴ് ജനതയ്ക്ക് സ്വീകാര്യതയുണ്ട്. പിന്നെ BJPയുടെ കൂടെ കൂടുന്ന പോലെയല്ല കോൺഗ്രസിന്റെ കൂടെ കൂടുന്നത്. ഒരു ദ്രവീഡിയൻ പൊളിറ്റിക്സിൽ കോൺഗ്രസ് അവരെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും DMKയുമായിട്ട് ഒഴിയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അതെന്ത് വരുന്നുള്ളത് നമുക്ക് പഠിക്കാം. ലോക്സഭയിൽ എന്ത് വരുന്നുള്ളത് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ DMKയും പറഞ്ഞേക്കാം, ചിലപ്പോൾ അവനെ പിന്താങ്ങിക്കുമെന്ന് പറഞ്ഞേക്കാം, പറഞ്ഞുകൂടായില്ല. കാരണം എന്താ വെച്ചാൽ BJPയെയും ADMKയും തട്ടാലും ഒഴിവാക്കാലും അങ്ങനെ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് വരുമെന്ന് എനിക്കറിയില്ല. ആ അർത്ഥത്തിലാണെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ വരാം. എന്തായാലും ബംഗാളിലെ സ്ഥിതി അതല്ല. ബംഗാളിൽ നേരിട്ട് BJP അധികാരത്തിലെത്തുക, വലിയ സീറ്റ് 203 സീറ്റ് മമതയും പരാജയപ്പെടുത്തി, സുവേന്ദു അധികാരി ശക്തമായിട്ട് പരാജയപ്പെടുത്തി, 15,000 വോട്ടുകൾക്ക്. അത് ഭവാനിപൂരിൽ പരാജയപ്പെടുത്തി. ഈ പറഞ്ഞൊരു തരംഗമാണ്. തരംഗം വന്നാൽ പിന്നെ ഒന്നും രക്ഷയില്ല. അതിന് നിരവധി കാരണങ്ങളുണ്ട്. നമ്മൾ ആസാമിൽ ഇത് തന്നെ സ്ഥിതി. ആസാമിൽ കുറച്ച് മുമ്പ് തന്നെ അത് വന്നതാണ്. മുമ്പ് വരെ തന്നെയാ ഭരിച്ചിരുന്നത്. അല്ല, കോൺഗ്രസിന് തിരിച്ചുവരവും സാധ്യമാണ്. ആസാമിൽ വേറെ, ആസാമിന്റെ സ്ഥിതിയല്ല ബംഗാളിലുള്ളത്. ബംഗാളിൽ അതിശക്തമായ വർഗീയ വികാരം, ആസാമിലും അതുണ്ട്, വർഗീയ വികാരമാണ് ബംഗാളിൽ അഴിച്ചുവിട്ടത്. TMCക്കാരെ ബംഗ്ലാദേശി മുസ്ലിംസ് എന്നാണ് വിളിച്ചത്. മനസ്സിലായോ? ഈ ബംഗാളിനെ വിഭജിച്ച തരത്തിൽ മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ്, മുസ്ലിങ്ങൾ രാജ്യസുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്, ദേശീയതയ്ക്ക്. പക്ഷെ ആ ഒരു പ്രചരണത്തിന് വലിയ സ്വീകാര്യത കിട്ടും. അല്ല, അത് കിട്ടും, അത് ആദ്യം കിട്ടും. എല്ലാ സ്ഥലത്തും കിട്ടിയിട്ടുണ്ടല്ലോ അത്. ഞാൻ ചോദിക്കട്ടെ, അയോധ്യ വിഷയം വെച്ചല്ലേ ആദ്യം ഇവർ ഭരിച്ചത്? ഇപ്പൊ അയോധ്യ ഉണ്ടോ? അയോധ്യയിൽ അവർ തോറ്റുപോയില്ലേ? BJP അയോധ്യ വിഷയം അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പും അത് വേറെ വിഷയം. അത് ഓരോ സ്ഥലത്തും ഓരോ നയ അവർ ഉപയോഗിച്ചിട്ടില്ല. അതങ്ങനെയാണ്. ഇപ്പൊ കേരളത്തിൽ അവര് വർഗീയത പറഞ്ഞില്ലല്ലോ. കേരളത്തിൽ ഗോപാലകൃഷ്ണനൊക്കെ പറഞ്ഞു. ഗോപാലകൃഷ്ണൻ ഒറ്റപ്പെട്ട, അത് ബാക്കിയുള്ളവർ പറഞ്ഞില്ല. അത് വേറെ ആളുകളെ കൊണ്ട് പറയിക്കും, ശശികല ടീച്ചറെ കൊണ്ട് പറയിക്കും. പക്ഷെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ ഒരിക്കലും വർഗീയത പറയില്ല. അല്ലാണല്ലോ മുഖം. അത് പറയില്ല. അല്ല, വികസനം പറയും, മറ്റത് പറയും, രാഷ്ട്രീയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. വേറൊന്നും പറയില്ല. അത് അവരുടെ പല മുഖങ്ങളാണ്. BJP സംഘപരിവാർ എന്ന് പറയുന്ന ഒരു പരിവാറാണ്. പല മുഖങ്ങളുണ്ട് അവർക്ക്. അത് വരും. അത് RSS ഉണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, മറ്റേ ഹനുമാൻ സേനയുണ്ട്, മറ്റേ പല സംഗതികളും ഉണ്ട്. അതവർ വരും. ബംഗാളിൽ ആദ്യമായിട്ടാണ് ഇത്രയും വർഗീയമായ ഒരു വിഭജനം അവിടെ നടക്കുന്നത് ബംഗാൾ സമൂഹത്തിൽ. അത് ഒരു പക്ഷേ ഏൽക്കും. അതിന് പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ബംഗാളികളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പോൾ കേരളത്തിലും ഇപ്പോൾ ഈ ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾ, ബംഗാളിൽ നിന്ന് നമ്മൾ പറഞ്ഞ ബംഗാളൊന്നുമല്ല, ഒരു ബീഹാറും ആസാമിൽ നിന്നൊക്കെ വരുന്നവരുണ്ടായി. അപ്പോൾ ഒക്കെ വരുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ബംഗാളികളിൽ നിന്നാണല്ലോ നമ്മുടെ
ബംഗാളികൾ എന്നാണ് പറയുന്നത്. അതിഥി തൊഴിലാളികളെ ബംഗാളി ബായ് എന്നാണല്ലോ പറയാം. ഈ ആളുകൾ അവർ വന്ന ആളുകൾ, ഒറീസയിൽ നിന്ന് വന്ന ആളുകളെ നമ്മൾ ബംഗാളി എന്ന് വിളിക്കാം. ബംഗാളികൾ ഈ അതിഥി തൊഴിലാളികളോട് ഒരു വിരോധം പ്രാദേശിക തലത്തിൽ പല സ്ഥലത്തും ഉയർന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിൽ പോലും ഉണ്ട്. കേരളത്തിൽ പോലും പിന്നെ ബംഗാളിലും അതാണ് പറഞ്ഞത്. ഇത്രയൊന്നും സാമൂഹ്യ ബോധം കേരളത്തിൽ ഇവരില്ലെങ്കിൽ പറ്റില്ല. അവരിവിടുന്ന് തെരഞ്ഞെടുപ്പിന് പോയ കാലത്ത് പൂട്ടിയ ഹോട്ടൽ എത്ര സ്ഥാപനങ്ങളും അടച്ചിട്ടെന്ന് അറിയോ? പിന്നെ അവരവിടെ ജോലി ചെയ്യണേ, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നിലച്ചു പോയി. അപ്പൊ തീർച്ചയായിട്ടും എന്നിട്ട് പോലും അങ്ങനെ ഒരു വിരോധം ചെറിയ തോതിലുണ്ട്. അപ്പൊ ബംഗാളിൽ അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ എപ്പോഴും അങ്ങനെയാണ്, സാമൂഹ്യമായി എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അതിനൊരു കാരണക്കാരനെ കണ്ടെത്തും. ആ കാരണക്കാരൻ അപരനാണ്. അതാണ് എല്ലാ സ്ഥലത്തും ഫാസിസം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്. ഇവൻ കാരനാണ് എനിക്ക് ജോലി കിട്ടാത്തത്, ഇവൻ കാരണം. അതിപ്പോ സംവരണത്തിന്റെ കാര്യത്തിൽ കണ്ടിട്ടില്ലേ, സംവരണക്കാരനാണ് ജോലി കിട്ടാത്തതെന്ന് പറയുന്നത് സവർണനാണ്. യഥാർത്ഥത്തിൽ സംവരണക്കാരനോട് ആർക്കും ജോലി കിട്ടാതില്ല, സംവരണക്കാർക്ക് ജോലി കിട്ടില്ല, വേറെ വിഷയം. അതിന്റെ യഥാർത്ഥ കണക്ക് പരിശോധിച്ചാൽ അപരനെ ശത്രുവാണെന്ന് കാണിക്കുക, ഒരു അപരവൽക്കരണം. ആ ഒരു രാഷ്ട്രീയം എപ്പോഴും വിജയിക്കും. വിജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുമുണ്ട്. വിജയിക്കുന്നൊക്കെ പറയാൻ പറ്റില്ല. ഹിറ്റ്ലർ കൊണ്ടുവന്ന അതേ രാഷ്ട്രീയം. ഇത് ഹിറ്റ്ലറൊക്കെ അടക്കം ഒരു അപരവൽക്കരണം നടക്കാൻ പറ്റും. ബംഗാളിൽ ഇത്ര ശക്തമായ അപരവൽക്കരണം ഇതിനു മുമ്പ് നടന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ടെക്നിക്കലി തന്നെ അവിടുത്തെ SIR പോലെയുള്ള തട്ടിപ്പുകൾ എത്രത്തോളം ബാധിച്ചിരുന്നു. 90 ലക്ഷം ആളുകളെയാണ് ഒഴിവാക്കിയത്. 1 ലക്ഷം ലിസ്റ്റ് 6 കോടി വോട്ടർമാരിൽ നിന്നും 90 ലക്ഷം ആളുകളെ ഒഴിവാക്കിയാൽ പിന്നെ ബാക്കി എത്ര ഉണ്ടാവും അറിയാം. 90 ലക്ഷം പോവുക എന്ന് പറഞ്ഞാൽ അത് ഇവരിപ്പോ കണക്ക് പറഞ്ഞ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ആര് വേണിയാവട്ടെ 90 ലക്ഷം വോട്ട് പോയാൽ അത് ആ സ്ട്രക്ചറിൽ, തെരഞ്ഞെടുപ്പ് സ്ട്രക്ചറിൽ. എങ്കിലും നമ്മൾ ബിജെപിയുടെ ഒരു സ്ട്രാറ്റജി നമ്മൾ അംഗീകരിക്കണം. അത് ജനാധിപത്യം. ഞാൻ പറയുന്ന വോട്ട് റിഗ്ഗീത് ചെയ്യിക്കുന്നു, ഒഫീഷ്യൽ ഫോഴ്സസിന് ഉപയോഗിക്കുന്നു, പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ചെയ്യിച്ചു. ആ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ജനാധിപത്യം ഞാൻ ചോദിക്കട്ടെ, എപ്പോഴവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പൂർത്തിയായി? വോട്ട് ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ്. ഗുരുതരമായിട്ട് നമുക്കറിയാം ബംഗ്ലാദേശിന്റെ ഒന്നല്ല, ഇവിടെ കേരളത്തിലേക്ക് തീർന്നല്ലോ. കേരളത്തിൽ തീർന്നല്ലോ. വോട്ടേഴ്സ് ലിസ്റ്റ് തീർന്നിട്ടില്ലേ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാവോ? ഞാൻ ചോദിക്കണേ, വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാതെ നിങ്ങൾ എങ്ങനെയാണ് നോമിനേഷൻ കൊടുക്കുക?